Good afternoon. എൻ്റെ സെക്കൻഡ് സെക്ഷൻ എന്ന് പറയുന്നത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 22, അതായത് അക്കൗണ്ടിംഗ് ഫോർ ടാക്സ് ഓൺ ഇൻകം. നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് AS 22 പറഞ്ഞിരിക്കുന്നത്. AS 22 അക്കൗണ്ടിംഗ് ഫോർ ടാക്സ് ഓൺ ഇൻകം is an accounting standard issued by the Institute of Chartered Accountants of India. ആരാണ് ഇഷ്യൂ ചെയ്തത്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ആണ് എന്ത് AS 22 എന്ന സ്റ്റാൻഡേർഡ് ഇഷ്യൂ ചെയ്തത്. It deals with the accounting related to tax on income and aims to bring uniformity in accounting policies related to income tax. Income tax ആയിട്ട് റിലേറ്റ് ചെയ്ത അക്കൗണ്ടിംഗ് പോളിസികൾ എന്തുകൊണ്ടുവരാൻ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരാൻ വേണ്ടിയാണ് എന്ത് AS 22 എന്ന സ്റ്റാൻഡേർഡ് കൊണ്ടുവന്നത്. അപ്പം ഇതിനകത്ത് പ്രത്യേകിച്ച് പറയുന്നത് ഡീൽസ് വിത്ത് അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് ഓഫ് ടാക്സ് ഓൺ ഇൻകം. രണ്ടാമത്തെ ദിസ് സ്റ്റാൻഡേർഡ് ഈസ് മെയിൻലി based on accrual and matching concept. നമുക്ക് accrual എന്ന കൺസെപ്റ്റ് എന്താണെന്ന് പറയാം, മാച്ചിങ് കൺസെപ്റ്റ് എന്താണ്. accrual എന്താ പറയുന്നത്, ഏതൊരു ഐറ്റം വന്നാലും അതിനെന്ത് ചെയ്യും, ഇൻകം അക്രൂ ആയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, റിപ്പോർട്ട് ചെയ്യും. മാച്ചിങ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതൊരു എക്സ്പെൻസിനും ഏതൊരു ഇൻകത്തിനും അതിൻ്റെതായ രീതിയിലുള്ള മാച്ചിങ് ആൻഡ് എക്സ്പെൻസ് ആണ്. അക്കോർഡിംഗ് ടു ദി സ്റ്റാൻഡേർഡ് കറന്റ് ഇയർസ് ഇൻകം ഷുഡ് ബി ടാക്സ്ഡ് ഇൻ ദ കറന്റ് ഇയർ. എന്താണ് കറന്റ് ഇയറിൽ ഉണ്ടാകുന്ന ഇൻകത്തിനെ കറന്റ് ഇയറിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ടാക്സ് ചെയ്യും. Income tax is considered to be an expense incurred by the entity in earning income. Income earn ചെയ്യുന്നത് വരുന്ന ഒരു എക്സ്പെൻസ് ആയിട്ടാണ് എന്തിനെ കണക്കാക്കുന്നത്, ഇൻകം ടാക്സിനെ കണക്കാക്കുന്നത്. ആ അക്രൂ റെക്കഗ്നൈസ് ഇൻ ദ സെയിം പീരിയഡ് ഇറസ്പെക്റ്റീവ് ഓഫ് ആക്ച്വൽ പേയ്മെന്റ്. അതായത് നമ്മൾ അക്രൂവൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്ച്വൽ പേയ്മെന്റ് നടന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇൻകം അക്രൂ ആയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യും. Accounting standard 22 has prescribed by ICAI to be applied in accounting for taxes on income. This accounting standard is applied to match the difference between ഈ accounting standard എന്തിനു വേണ്ടിയാണ് നോക്കുന്നത്, match the difference between, അതായത് അക്കൗണ്ടിംഗ് ഇൻകവും ടാക്സബിൾ ഇൻകവും തമ്മിലുള്ള ഡിഫറൻസിനെ റിപ്പോർട്ട് ചെയ്യുന്നതിനെ പ്രതിപാദിക്കുന്നതാണ് ഏത് AS 22. അടുത്തതിൽ പറയുന്നത് due to the provision of income tax act. income tax actന്റെ പല പ്രൊവിഷൻസ് ഉണ്ട്. അക്കൗണ്ടിംഗ് ഇൻകം എന്തിൽ നിന്ന് ഡിഫറൻസ് ആയിരിക്കും, ടാക്സബിൾ ഇൻകത്തിൽ നിന്നും ഡിഫറെന്റ് ആയിരിക്കും. due to this sometimes current year's income and expenses are recognized in the next year. ഇത് കാരണം കറന്റ് ഇയറിലെ ഇൻകത്തെ റെക്കഗ്നൈസ് ചെയ്യാൻ അടുത്ത നെക്സ്റ്റ് ഇയർ. AS 2 പ്രകാരം ഇൻകത്തെ നമ്മൾ രണ്ടായിട്ട് തിരിക്കും. ഒന്ന് അക്കൗണ്ടിംഗ് ഇൻകം, രണ്ട് ടാക്സബിൾ ഇൻകം. ഇവിടെ എക്സാമ്പിൾ വെച്ച് നമ്മൾ പറയാം. നമുക്കൊരു എക്സിബിറ്റ് എന്ന് പറഞ്ഞ കമ്പനി, ആ കമ്പനിയുടെ അക്കൗണ്ടിംഗ് ഇൻകം പ്രകാരം വെച്ച് അവർക്ക് സെയിൽസ് ഒക്കെ ഉണ്ട്, 10 കോടിയുടെ സെയിൽസ് ഉണ്ട്. ഡയറക്റ്റ് കോസ്റ്റ് ആയിട്ട് വരുന്നത് 6 കോടി, പ്രോഫിറ്റ് ബിഫോർ ഡിപ്രീസിയേഷൻ 4 കോടി. അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ച് കഴിഞ്ഞാൽ, അതായത് ഡിപ്രീസിയേഷൻ അക്കൗണ്ടിംഗിൽ പറയുന്ന പെർസെന്റേജ് ഡിപ്രീസിയേഷൻ കുറച്ചാണ് 2%. 2 കോടി കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് എത്ര പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആയിട്ട് കിട്ടിയ എത്രയാണ്, 2 കോടി. ഇതിൽ നിന്നാണ് അവർ ടാക്സ് കൊടുക്കുന്നത്, ടാക്സ് 25%. ഇതെല്ലാം ഇത് അക്കൗണ്ടിംഗിൽ പറയുന്ന ഇതനുസരിച്ചാണ് ചെയ്യുന്നത്. ഇവിടെ കിട്ടുന്ന ഇൻകത്തിന് പറയുന്ന പേരാണ് എന്ത്, പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. ഡിപ്രീസിയേഷൻ കുറച്ച് കഴിഞ്ഞിട്ടുള്ള പ്രോഫിറ്റ് ബിഫോർ ടാക്സ്, അതായത് എന്ത് ടാക്സിന് മുമ്പുള്ള പ്രോഫിറ്റിനെ പറയുന്ന പേരാണ് എന്ത്, അക്കൗണ്ടിംഗ് ഇൻകം. അത് കഴിഞ്ഞിട്ട് ഇത് ആ അക്കൗണ്ടിംഗ് ഇൻകത്തിന്റെ ഇത്ര പെർസെന്റേജ് നമ്മൾ ടാക്സ് എടുത്തത്, ആ ടാക്സിനെ പറയുന്ന പേരാണ് എന്ത്, ടാക്സ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അടുത്ത ഇവിടെ പറയുമ്പോൾ നമ്മൾ ഏത് ഇൻകത്തിനാണ് ഇൻകം ടാക്സ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ഇൻകം, ആ ഇൻകത്തിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും, അതിലാണ് നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യും. അതിൽ നിന്ന് എന്ത് ചെയ്യും, നമ്മൾ ഇവിടെ കുറച്ച് ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്യും. അതായത് ഇൻകം ടാക്സ് ലോ പ്രകാരം ഡിപ്രീസിയേഷന്റെ പെർസെന്റേജ് എന്താ വ്യത്യാസം, അക്കൗണ്ടിങ്ങിന്റെ ഇത് പ്രകാരവും ഇൻകം ടാക്സിന്റെ പ്രകാരവും ഡിപ്രീസിയേഷന്റെ പെർസെന്റേജ് വ്യത്യാസമുണ്ട്. അതിനെ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ആഡ് ബാക്ക് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ടാക്സ് പ്രകാരമുള്ള ഡിപ്രീസിയേഷൻ പെർസെന്റേജ് പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഡിപ്രീസിയേഷൻ കണ്ടു. ആ ഡിപ്രീസിയേഷൻ കുറച്ചിട്ടുള്ള എമൗണ്ടിനെ പറയുന്ന പേരാണ് എന്ത്, ടാക്സബിൾ ഇൻകം. മനസ്സിലായല്ലോ? അതിൽ നിന്നും ഈ ആ ഇൻകത്തിന്റെ ഇത്ര പെർസെന്റേജ് നമ്മൾ കാണുന്ന ആ ഒരു ടാക്സ് എമൗണ്ടിനെയാണ് പറയുന്നത് കറന്റ് ടാക്സ്. അടുത്ത നമുക്കപ്പം അക്കൗണ്ടിംഗ് ഇൻകം ടാക്സബിൾ ഇൻകം എന്താണെന്നൊരു മനസ്സിലായല്ലോ ചെറിയ. അടുത്ത് നമുക്ക് അതിന്റെ ഡെഫിനിഷനിലോട്ട് പോകാം. AS 22 പറയുന്ന മെയിൻ ആയിട്ടുള്ള ഡെഫിനിഷൻസിൽ ഒന്നാമത്തേതാണ് എന്ത്, അക്കൗണ്ടിംഗ് ഇൻകം. അക്കൗണ്ടിംഗ് ഇൻകം is the net profit or loss for a period as reported in the statement of profit and loss.
account before deducting the income tax expenses or adding income tax savings. അതായത് എന്താ നമ്മൾ മുമ്പ് പറഞ്ഞത് ബിഫോർ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ് എന്ന് പറയുന്നത് അക്കൗണ്ടിംഗ് ഇൻകം എന്ന് പറയുന്നത്. അതായത് ടാക്സ് അക്കൗണ്ടിംഗ് പറയുന്ന പ്രകാരമാണ് ആ ഒരു എമൗണ്ടിനെയാണ് എന്ന് പറയുന്നത് അക്കൗണ്ടിംഗ് ഇൻകം. ഇൻ സിമ്പിൾ വേർഡ്സ് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. അടുത്ത പറയുന്നത് ടാക്സബിൾ ഇൻകം. ടാക്സബിൾ ഇൻകം is the amount of income for a period determined in accordance with the tax laws based upon which income tax payable is determined. നമ്മൾ മുമ്പ് ആ എക്സാമ്പിളിലൂടെ ടാക്സബിൾ ഇൻകം മനസ്സിലായതല്ലേ? എന്താണ് ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത്? ടാക്സ് ലോ പറയുന്ന പ്രകാരം നമ്മൾ ഡിപ്രിസിയേഷൻസ് കുറയ്ക്കുന്ന ആ അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ആ ഒരു എമൗണ്ടിനെയാണ് എന്താണ് ടാക്സബിൾ ഇൻകം. ഓക്കെ, ടാക്സബിൾ ഇൻകം. അടുത്ത ടാക്സ് എക്സ്പെൻസ്. Tax expense is the aggregate of current tax and deferred tax charged to or credited to the statement of profit and loss for the period. Current tax plus deferred tax എന്ന് പറയുന്നത് എന്ത് tax expense ആണ്. tax expense കണ്ടുപിടിക്കാനാണ് current tax plus deferred tax. നമുക്ക് അത് ഒന്നുകൂടെ നോക്കാം. deferred tax എന്താ നമുക്ക് ആദ്യം മനസ്സിലാക്കി ഇതിലെടുക്കാം. current tax എന്താണ്? current tax is the amount of income tax determined to be payable or in respect of the taxable income for a period. Current tax നമ്മൾ ആ എക്സാമ്പിൾ എങ്ങനെ കണ്ടുപിടിച്ചത്? ടാക്സബിൾ ഇൻകത്തിന്റെ ഇത്ര പെർസെന്റേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന കിട്ടുന്ന ആ എമൗണ്ടിനെ പറയുന്നത് എന്താണ്? അതാണ് കറന്റ് ടാക്സ്. ഡെഫേർഡ് ടാക്സ് എന്ന് പറയുന്ന ടേം നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഡെഫേർഡ് ടാക്സ് എന്ന് പറയുന്നത് ഡെഫേർഡ് ടാക്സ് ഇസ് ദ ടാക്സ് എഫക്ട് ഓഫ് ടൈമിംഗ് ഡിഫറൻസ്. ടൈമിംഗ് ഡിഫറൻസ് നമ്മൾ പറഞ്ഞു എന്താണ്? അക്കൗണ്ടിങ്ങിൽ വരുന്ന ആ ഒരു ഡിഫറൻസും അക്കൗണ്ടിങ് ഇൻകത്തിലും ടാക്സബിൾ ഇൻകത്തിലും ആ ഡിഫറൻസിന്റെ ഒരു കാര്യമില്ല. ആ ഡിഫറൻസ് രണ്ട് രീതിയിൽ വരും. ഒന്ന് ടൈമിംഗ് ഡിഫറൻസ്, രണ്ട് പെർമനന്റ് ഡിഫറൻസ്. ഇത് ടൈമിംഗ് ഡിഫറൻസിന്റെ എഫക്റ്റ് കൊണ്ട് വരുന്ന ഒരു ഇതാണ് ഡെഫേർഡ് ടാക്സ്. The differences between taxable income and accounting income can be classified into permanent difference and timing difference. Timing difference are the difference between taxable income and accounting income for a period that originated in one period and are capable for reversing one or more subsequent period. ഇത് നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയാനാണെങ്കിൽ ഒരു എക്സ്ലിമിറ്റഡ് എന്ന കമ്പനി അവര് എന്താണ് അവർക്ക് സെയിൽസ് ആയിട്ട് ഒരു 10 ലക്ഷം അതിന് ഡയറക്റ്റ് കോസ്റ്റ് ആയിട്ട് ഒരു 50,000 പോയിട്ട് 9 ലക്ഷത്തിനാണ്. ഇതിൽ നിന്ന് നമ്മളിവിടെ അക്കൗണ്ടിങ് ടേംസിലാണെങ്കിൽ ഇതിനകത്ത് ഡിപ്രിസിയേഷൻ ആയിട്ട് നമ്മളിപ്പോൾ ഒരു എന്താ ഒരു പെർസെൻറ്റേജ് ഇവിടെ നമ്മൾ കുറയ്ക്കാൻ പോകുന്ന അസറ്റ് എന്ന് പറയുന്നത് എന്താ? നമ്മുടെ കമ്പനി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടി മേടിച്ചൊരു അസറ്റ്. അതിന്റെ ഡിപ്രിസിയേഷൻ ആയിട്ട് നമ്മൾ അക്കൗണ്ടിങ്ങിൽ എങ്ങനെ ഏത് മേടിച്ച മെഷീനറി ആയിരുന്നു നമ്മൾ മെഷീനറി ആയിട്ട് പ്രിപ്പയർ ചെയ്യും, അതിനുള്ള ഡിപ്രിസിയേഷൻ കുറയും. ഇവിടെ അതിന്റെ പെർസെൻറ്റേജ് ആയിട്ട് നമ്മളിവിടെ ഒരു 50,000 നമ്മുടെ ഡിപ്രിസിയേഷൻ കുറക്കുന്നത്. മെഷീനറിക്ക് നമ്മളൊരു 2 ലക്ഷം രൂപ ആരംഭിക്കും. നമ്മൾ ഡിപ്രിസിയേഷൻ ആയിട്ട് ഇവിടെ കുറച്ചു പോയിട്ട് എത്ര ഉണ്ട്? പോയിട്ട് 9,30,000. ഇവിടുത്തെ എന്താണ് ഡിപ്രിസിയേഷൻ കുറച്ചിട്ടുള്ള അക്കൗണ്ടിങ് ഇൻകം ആയിട്ട് കിട്ടിയത് നമ്മൾ 9,30,000. എന്താ ഇവിടെ ടാക്സുകൾ ഇതിന്റെ പ്രകാരം നമ്മൾ ഈ അക്കൗണ്ടിങ് ഇൻകത്തെ നമ്മൾ എഴുതി 9,30,000. അന്നല്ലേ
കുറച്ചിരുന്ന ഡിപ്രീസിയേഷൻ നമ്മൾ ആഡ് ബാക്ക് ചെയ്തു. എത്ര 28 നമ്മൾ ആഡ് ബാക്ക് ചെയ്തു. എത്ര കിട്ടി? 9,00,000. എന്നാൽ ഇവിടുത്തെ കേസിൽ ഇവിടെ നമ്മൾ എന്ത് വെച്ചാൽ ഓർക്കുന്നത്, ഇവിടുത്തെ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആയിട്ട് വെച്ചൊരു അസറ്റ് ആയിട്ട് നമ്മൾ അതിന്റെ ഫുൾ എമൗണ്ട് എത്ര ഡിപ്രീസിയേഷൻ വരും ആ ഒരു എമൗണ്ട് ആണ്. ഒന്ന് പോസ് ചെയ്ത് നമ്മൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വെച്ചൊരു അസറ്റ് ആയിട്ട് അതിനെ എങ്ങനെ നമുക്ക് അത് മേടിക്കാൻ എത്ര രൂപ നമ്മൾ ചിലവായി ആ ഫുൾ എമൗണ്ടിന് നമ്മളുടെ ഡിപ്രീസിയേഷൻ ആയിട്ട് കണ്ടു. ആ ഫുൾ എമൗണ്ടിന് നമ്മൾ കളയും. അത് നമുക്ക് 2,00,000 രൂപയാണ് അതിന് വേണ്ടി വന്നത്. 2,00,000 വന്നപ്പോൾ എത്രയായി? 7,50,000. 7,50,000. ഇവിടെ ഇതാണ് നമ്മുടെ ടാക്സബിൾ ഇൻകം. ടാക്സബിൾ ഇൻകം അപ്പൊ ഇവിടുത്തെ ഡിഫറൻസ് ആണ്. ഈ ഒരു ഡിഫറൻസിനെ പറയുന്നത് അതായത് ടൈമിംഗ് ഡിഫറൻസ് എന്ന് പറയും. ഇതിനെന്ത് ഈ ഒരു ഇൻകം ഈ വർഷം നമ്മൾ ടാക്സ് അടയ്ക്കുന്നത് എത്രയായിരിക്കും? ഈ 7,50,000 ഈ ഇതിനെ പ്രകാരമായിരിക്കും നമ്മൾ ടാക്സ് അടയ്ക്കുന്നത്. എന്നാൽ നമ്മുടെ അക്കൗണ്ട്സ് പ്രകാരം എത്ര കൂടുതലാണ്. ഇപ്പം ടാക്സ് പ്രകാരം കുറവ്. നമ്മൾ ഇപ്പം നെക്സ്റ്റ് ഇയർ മുതൽ നമ്മൾ അടയ്ക്കുമ്പോൾ നമ്മൾ അക്കൗണ്ടിങ് ഇൻകത്തിന് അടയ്ക്കുമ്പോൾ ഓൾറെഡി അതിന് എന്ത് ചെയ്യും? അവിടുന്ന് റിവേഴ്സ് ചെയ്യും. അതായത് നമ്മൾ എഴുതി തള്ളിയതിന് പകരം ഇവിടുന്ന് അങ്ങോട്ട് എന്ത് ചെയ്തു? ടാക്സ് ഈ എന്താണ് ഈ മിഷനറിയുടെ അനുസരിച്ച് നമ്മുടെ മിഷനറി ഉള്ളടത്തോളം നമ്മൾ പിന്നെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുള്ളൂ. അതേപോലെ തിരിച്ച് നമുക്ക് റിവേഴ്സ് ചെയ്യാം. അതിനെയാണ് എന്ത് പറയുന്നത്? ടൈമിംഗ് ഡിഫറൻസ്. ഇതൊന്നും വായിച്ചു ആ എക്സാമ്പിൾ താഴെ. For example, machinery purchased for scientific research related to business is fully allowed as deduction in the first year for tax purposes, whereas the same could be charged to the statement of profit and loss as depreciation over its useful life. മനസ്സിലായോ? അതായത് നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് ഇയറിൽ ഇൻകം ടാക്സ് പ്രകാരം എന്ത് ചെയ്യും? ആ ഫുൾ എമൗണ്ട് നമ്മൾ ഡിഡക്ട് ചെയ്യും. പോയിട്ട് അടുത്ത വർഷം മുതൽ നമ്മൾ ആ ഡിപ്രീസിയേഷൻ ആയിട്ട് നമ്മൾ എഴുതിയിട്ടുള്ളതിന് ഇത്ര പെർസെന്റേജ് കിട്ടും ഡിപ്രീസിയേഷൻ ചെയ്യും. ടൈം ഡിഫറൻസ് വരുന്ന കമ്പോണൻസ് ആണ്. ബട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ ടാക്സബിൾ ഇൻകം ആൻഡ് അക്കൗണ്ടിംഗ് ഇൻകം. ഇതിനകത്ത് വേണ്ടി എന്തൊക്കെയാണ് ടൈം ഡിഫറൻസ് എന്ന മെയിൻ ആയിട്ടുള്ള റീസൺ ഒന്ന് ഡിഫറൻസ് ഇൻ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ആസ് പെർ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് ആൻഡ് ഇൻകം ടാക്സ്. അതായത് നമ്മൾ പറഞ്ഞ ടോപ്പിക് എന്താണ്? ഇൻകം ടാക്സ് ഫോളോ ചെയ്യുന്നത് അക്കൗണ്ട്സ് ഫോളോ ചെയ്യുന്ന രണ്ട് തമ്മിലുള്ള എന്താണ് ഡിപ്രീസിയേഷൻ ഉണ്ടാകുന്ന ആ ഒരു വേരിയേഷൻ, ഡിപ്രീസിയേഷന്റെ റേറ്റിൽ ഉണ്ടാകുന്ന വേരിയേഷൻ, ഡിഫറൻസ് ഇൻ ഡിപ്രീസിയേഷൻ മെത്തേഡ്. അപ്പോൾ നമ്മളൊന്ന് സ്റ്റേറ്റ് മെത്തേഡ് ആയിരിക്കും, ഇനി ഒന്ന് റിട്ടേൺ വാല്യൂ മെത്തേഡ് ആയിരിക്കും. അപ്പോൾ രണ്ടിലും ഡിഫറൻസ് വരും. Unabsorbed depreciation can be carried forward and set off against the future income under income tax rules. അടുത്തത് some expenses like tax, fees, etc. are allowed only on payment basis as per section. Income tax ആക്ടിൽ ചില എക്സ്പെൻസുകൾ എന്ത് ചെയ്യും? എന്താണ് പെർമിറ്റ് ചെയ്യുന്നത്? ആ പേയ്മെന്റ് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മുടെ അക്കൗണ്ട്സിൽ എന്താണ്? നമ്മൾ ഇൻകം അക്രൂവ് ആയാലും അതുപോലെ എക്സ്പെൻസ് ആണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ അതിനെ കാണിക്കും. അടുത്തത് the difference in current year income, accounting income and taxable income caused by timing difference resulting in the DT or DTA. DT or DTA നമ്മുടെ അടുത്ത സെക്ഷനിൽ ഏറ്റവും പറഞ്ഞിരിക്കുന്നത് എന്താണ് DT DTA. ഇതിനകത്ത് DTA എന്ന് പറയുന്നത് if the current year accounting income is greater than the taxable income. അതായത് current yearലെ accounting income. അപ്പോൾ ഇവിടെ എന്താണ്? current yearലെ accounting income എന്തിനെക്കാട്ടി കൂടുതലാണ്? taxable income കൂടുതലാണ്. അപ്പോൾ അതിനെ എന്താണ് പറയുന്നത്? deferred tax liability. And if the current year accounting income is less than the taxable income, current year accounting income taxable income ഇതിനെക്കാട്ടി കുറവാണെങ്കിൽ അതിനെ പറയുന്നത് എന്താണ്? deferred tax asset. Permanent difference. Permanent difference are the difference between taxable income and accounting income for a period that originated in one period and do not reverse subsequently. So permanent difference എന്ന് പറയുന്നത് എന്താണ്? അത് ടാക്സബിൾ ഇൻകത്തിന്റെയും അക്കൗണ്ടിംഗ് ഇൻകത്തിന്റെയും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നത് ഒരു പീരീഡിലായിരിക്കും. പക്ഷേ ഒരു പീരീഡ് ഒറിജിനേറ്റ് നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല? നമ്മൾ ഇവിടെ ചെയ്യുന്ന പോലെ റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് അഞ്ഞൂറ് അമുത്തോടെ
Example. Ah. For example, XYZ has been charged with fine on the late payment of the tax amount due to the authorities. This would be considered as an expense in the profit and loss account. However, this is specially a disallowed expense for computation of taxable income. This will be treated as permanent different as this difference will be never reversed. അപ്പം അവർ ടാക്സ് അടയ്ക്കാൻ ലേറ്റ് ആയതിന്റെ കാരണത്താൽ അവർക്ക് ടാക്സ് എന്ത് ചെയ്യാൻ അടയ്ക്കുന്നു, ഫൈൻ അടയ്ക്കേണ്ടി വരും ടാക്സ് അതോറിറ്റീസ്. ഇത് അവർ ചെയ്യാനെല്ലാം കൊണ്ട് ഓട്ടോമാറ്റിക്കലി നമ്മുടെ കാർഷിക എക്സ്പെൻസ് ആയിട്ട് അവർ കാണും. പക്ഷേ ഇത് അവർക്ക് ഡിസ്കൗണ്ട് ഡിഡക്ട് ചെയ്യാൻ പറ്റത്തില്ല. ടാക്സിനകത്ത് ടാക്സിബിൾ ഇൻകം കാണുമ്പോൾ അതിനകത്ത് അവർക്ക് ഡിഡക്ട് ചെയ്യാൻ പറ്റത്തില്ല, റിവേഴ്സ് ചെയ്യാനും പറ്റത്തില്ല. ഇതാ പറയുന്നത് പെർമനന്റ് ഡിഫറൻസ് എന്നത്. പിന്നെ മെയിൻ ആയിട്ടുള്ള ടോപ്പിക് ഇത് 5 മാർക്സിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ അക്കൗണ്ടിംഗ് ലോവും ടാക്സബിൾ ലോവും തമ്മിലുള്ള ഡിഫറൻസ്? ഒന്നാമത്തേത് എന്താണ്? മീനിങ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ആസ് പെർ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്. ഇതാണ് നമ്മൾ ഏറ്റവും അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള പ്രോഫിറ്റ് ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അക്കൗണ്ടിംഗ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അക്കൗണ്ടിംഗ് രീതി കാണുന്നത്. ടാക്സബിൾ രീതി എന്ത് ഇൻകം ടാക്സ് ലോസ് പ്രകാരമാണ് കണക്കാക്കുന്നത്. പർപ്പസ് ഫോർ റിപ്പോർട്ടിംഗ് ഫിനാൻഷ്യൽ പെർഫോമൻസ് ടു സ്റ്റേക്ക് ഹോൾഡേഴ്സ്. സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഫിനാൻഷ്യൽ പെർഫോമൻസ് കാണിക്കാൻ വേണ്ടിയാണ് എന്ത് ഉപയോഗിക്കുന്നത് അക്കൗണ്ടിംഗ് ഇൻകത്തിന്റെ. ടാക്സബിൾ ഇൻകത്തിൽ ടു ഡിറ്റർമൈൻ ദ ടാക്സ് ലയബിലിറ്റി പേയബിൾ ടു ദ ഗവൺമെന്റ്. അടുത്ത ഗവേണിംഗ് പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ്? ഗ്യാപ്, അതുപോലെ IFRS, അങ്ങനെയുള്ള അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ് ഇതിനെ ഇത് ചെയ്യുന്നത്, റെഗുലേറ്റ് ചെയ്യുന്നത്, ഗവേൺ ചെയ്യുന്നത് അക്കൗണ്ടിംഗ്. ഇവിടെ എന്താണ് ടാക്സ് ലോസ്, റെഗുലേഷൻസ്, അങ്ങനെയുള്ള ഐറ്റംസ് ആണ്. ഇത് ടാക്സുമായി ബന്ധപ്പെട്ട ലോസ് ആണ് എന്തിനെ ഇത് ചെയ്യുന്നത്, റെഗുലേറ്റ് ചെയ്യുന്നത് ടാക്സ് വരുന്നത്. കാൽക്കുലേഷനകത്ത് വരുമ്പോൾ അക്കൗണ്ടിംഗ് ഇൻകം കണ്ടുപിടിക്കുന്നത് റവന്യൂ മൈനസ് എക്സ്പെൻസസ്. നമ്മൾ എന്താണ് അക്കൗണ്ടിംഗ് കാണുന്നത്? ഓൾറെഡി നമ്മുടെ റവന്യൂ എത്ര കിട്ടി അതിൽ നിന്ന് നമ്മുടെ എക്സ്പെൻസ് കുറയ്ക്കണം, അത്രേ ഉള്ളൂ. എന്നാൽ ടാക്സിന്റെ ഇൻകത്തിൽ വരുമ്പോൾ ഗ്രോസ് ഇൻകം നമുക്ക് എത്രയാണ് അതിൽ നിന്ന് അലോവബിൾ ആയിട്ടുള്ള ഡിഡക്ഷൻസിനെ കുറയ്ക്കണം, കുറച്ച് എക്സെംഷൻ അത് കുറച്ചിട്ടുള്ളതാണ് ഇത് ടാക്സബിൾ ഇൻകം. Taxable income include all sources of revenue, whereas net income only includes primary source of revenue, such as wages or interest earned on investment. Additionally, deductions that can be made from the taxable income do not necessarily apply to the net income. ഇത്രയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്.